ഹായ് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഒരു പുഞ്ചിരി അതായിരിക്കുമോ ഏറ്റവും വലിയ ആരാധന? കേൾക്കുമ്പോൾ കുറച്ച് അതിശയം തോന്നാമല്ലേ? പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. ശരിക്കും ഇതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒന്ന്. നമ്മുടെ വിശ്വാസത്തെപ്പറ്റിയും നമ്മൾ ആരാധിക്കുന്ന രീതികളെപ്പറ്റിയുമൊക്കെ തികച്ചും പുതിയൊരു കാഴ്ചപ്പാടിൽ നോക്കിക്കാണാൻ റെഡിയല്ലേ? അപ്പോ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. ആരാധനയെക്കുറിച്ചുള്ള ഒരു ചോദ്യം. നമ്മൾ കാലാകാലങ്ങളായി വിശ്വസിച്ചു പോരുന്ന ചില കാര്യങ്ങളെ, ചില ചിന്തകളെ ഇത് ശരിക്കും ഒന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മളോട് ആരാധന എന്ന് പറഞ്ഞാൽ എന്താ ഓർമ്മ വരുന്നത്? മിക്കവാറും അമ്പലത്തിൽ പോകുന്നത്, വഴിപാടുകൾ കഴിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ? എന്നാൽ ഈയൊരു കാഴ്ചപ്പാട് ഇതിന് തലകീഴായി മാറ്റുകയാണ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഉള്ളിലെ ആ ആനന്ദം, അതാണ് ഏറ്റവും വലിയ ആരാധന എന്ന്. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോകാം. വിശ്വാസത്തിന്റെ നങ്കൂരം. എന്താണ് ഈ ഒരു പുതിയ കാഴ്ചപ്പാടിന് പിന്നിലെ ആശയം? അതിന്റെ അടിസ്ഥാനമെന്താ? നമുക്ക് നോക്കാം. ഈ ഒരു ആശയമനുസരിച്ച് നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു മാനവീയ വിദ്യുത് അല്ലെങ്കിൽ ഒരു ജീവനശക്തിയുണ്ട്. അതായത് ഒരുതരം ലൈഫ് ഫോഴ്സ് എനർജി. ഈ ഊർജ്ജമുണ്ടല്ലോ, അത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഒരിടത്ത് പിടിച്ചു നിർത്തുന്ന, നമ്മളെ സ്റ്റഡിയാക്കി നിർത്തുന്ന ഒരു നങ്കൂരം പോലെയാണ് വിശ്വാസം പ്രവർത്തിക്കുന്നത്. ഇനി ഈ ഒരു വാചകം കേട്ടുനോക്കൂ. നിങ്ങളുടെ ദുഃഖം നിറഞ്ഞ മുഖം ഈശ്വരനിലുള്ള അവിശ്വാസത്തിന്റെ പ്രതീകമാണ്. എന്തുമാത്രം ആഴമുള്ള വാക്കുകളാണ് നോക്കിക്കേ. അതായത് നമ്മുടെ മുഖത്തെ ഭാവം പോലും നമ്മുടെ വിശ്വാസത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് ഇതിനർത്ഥം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ വികാരങ്ങളും വിശ്വാസവും തമ്മിൽ എത്ര വലിയ ബന്ധമാണുള്ളത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. സന്തോഷം, ഒരു പരമമായ സ്വയം പ്രകാശനം. ഇവിടെയാണ് നമ്മൾ ഈ വിശകലനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ആശയത്തിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതെന്തായിരിക്കും? വെറുതെ ഒന്നാലോചിച്ച് നോക്കൂ, എന്തായിരിക്കും ആ തെളിവ്? ഉത്തരം അടുത്ത സ്ലൈഡിലുണ്ട്. ഇവിടെയാണ് ആ ഉത്തരം. സന്തോഷവാനായിരിക്കുക എന്നത് ഈശ്വരനിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വ്യക്തവും മനോഹരമായ പ്രകടനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് വെറുമൊരു ഫീലിംഗ് അല്ല, അതൊരു സ്റ്റേറ്റ്മെന്റാണ്, ഒരു പ്രഖ്യാപനമാണ്. എന്തിന്റെ? നിങ്ങളുടെ വിശ്വാസത്തിന്റെ. അതിന്റെ ലോജിക് വളരെ സിമ്പിളാണ്. നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ അതിന്റെ അർത്ഥമെന്താ? ഈ ദൈവികമായ വ്യവസ്ഥയിൽ, ഈ സിസ്റ്റത്തിൽ നിങ്ങൾ പൂർണ്ണമായും സംതൃപ്തനാണ്. നിങ്ങൾക്കതിൽ അത്രയധികം വിശ്വാസമുണ്ട് എന്നതിന്റെ തെളിവാണത്. ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. പുണ്യമായ അലയൊലികൾ. അതായത് ഈ സന്തോഷം നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, അതൊരു പുഴ പോലെ ഒഴുകിപ്പരക്കും. എങ്ങനെയെന്നല്ലേ? നോക്കാം. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കൂ. ഈ ഒരു ഉദ്ധരണി ശ്രദ്ധിക്കൂ. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ഈശ്വരസേവ ചെയ്യുകയാണ്. ഈ സന്തോഷം വീടിനെ ഒരു ക്ഷേത്രമാക്കി മാറ്റുന്നു. എന്തു മനോഹരമായൊരു സങ്കല്പമാണല്ലേ ഇത്! നിങ്ങളുടെ വീട് തന്നെ ഒരു അമ്പലമായി മാറുന്നു. അപ്പോൾ ഈ സന്തോഷത്തിന്റെ അലയൊലികൾ പടരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ഇത് തുടങ്ങുന്നത് നിങ്ങളിൽ നിന്നാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ സന്തോഷമാണ് ഇതിന്റെയെല്ലാം ഉറവിടം. പിന്നെ അത് നിങ്ങളുടെ വീടിനെ ഒരു പുണ്യസ്ഥലമാക്കി മാറ്റുന്നു, ഒരു ക്ഷേത്രം പോലെ. അവിടെ നിന്നും തീരുന്നില്ല. അവസാനം ആ പോസിറ്റീവ് എനർജി പ്രപഞ്ചത്തിലേക്ക് തന്നെ വ്യാപിക്കുന്നു, അതിന്റെ ഭാഗമായി തീരുന്നു. അങ്ങനെ നമ്മൾ അവസാനത്തെ സെക്ഷനിലേക്ക് എത്തിയിരിക്കുന്നു, നിങ്ങളുടെ ദൈവികമായ ലക്ഷ്യം. അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളുടെയെല്ലാം ഒരു ചുരുക്കം എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കൂ, യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ദൈവികമായ വ്യവസ്ഥയിലുള്ള ഒരു പൂർണ്ണ സംതൃപ്തി. അതാണ് യഥാർത്ഥ വിശ്വാസം. ഇങ്ങനെ സന്തോഷമായിരിക്കുമ്പോൾ നമ്മുടെ ജീവശക്തി, ആ ലൈഫ് ഫോഴ്സ്, അത് കൂടും. അതേസമയം നമ്മൾ ദുഃഖിച്ചിരിക്കുന്നത് ഈശ്വരനോടുള്ളൊരു തരം അനാദരവായിട്ടാണ് കാണുന്നത്. മാത്രമല്ല, നമ്മുടെ സന്തോഷം മറ്റുള്ളവർക്ക് പോലും ഒരു ശക്തിയുടെ ഉറവിടമാകും. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിലെത്തും. ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് ഓർക്കുക, സന്തോഷം ഒരു ദൈവീക വരദാനമാണ്, അമൂല്യമായൊരു സമ്മാനം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ വരദാനത്തെ എങ്ങനെയാണ് വിലമതിക്കാൻ പോകുന്നത്? ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഇന്നത്തെ ഈയൊരു ചിന്ത ഇവിടെ നിർത്തുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ.